നമ്മുടെ വണ്ടിയാണ് ഇറങ്ങി വരുന്നത്. കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ യാത്ര വയനാടിനാണ്. ഇത് നമ്മുടെ കൂട്ടുകാരൻ അനൂപ് എന്ന് പറയാം. അനൂപ് കേട്ടോ, ഭാരത് ബെൻസിന്റെ വണ്ടിയിലാണ്, 14 വീല് വണ്ടിയിലാണ് പോകുന്നത്. വല്ലാർപ്പാടത്തുനിന്ന് നമ്മളങ്ങോട്ട് ഒന്ന് എയർ ഒന്ന് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി ഒന്ന് വണ്ടി എടുക്കുക. ഇവിടെ കണ്ടോ കണ്ടെയ്നറുകളൊക്കെ നിരന്ന് കിടക്കുന്നുണ്ടോ? കണ്ടോ, ഇവിടെ വന്ന വഴി കണ്ടോ, 100 കണക്കിന് കണ്ടെയ്നറുകളാണ് ഇവിടെ കിടക്കുന്നത്. നമ്മുടെ എയർ ചെക്ക് ചെയ്യാൻ പോവാണ്. ഇതിന് എത്ര അടിക്കുന്ന എയർ? നമ്മൾ ഇതിന് എയർ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. 160 അടിക്കുക. 160 പൗണ്ട് വരുന്ന എയറാണ് ഇതിനടിക്കുന്നത്. അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇവിടുന്ന് ഓരോ കണ്ടെയ്നറൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ കണ്ടെയ്നറുകാരെ രക്ഷകനെ കണ്ടുകൊണ്ട്, കണ്ടെയ്നറിൻ്റെ രക്ഷകൻ. ഈ ടയറൊക്കെ ഏതെങ്കിലുമൊക്കെ പഞ്ചറാകുമ്പം രക്ഷകനായിട്ട് വരുന്ന സാധനം തണ്ടിയതാണ് കേട്ടോ. രക്ഷകൻ കണ്ടോ, പുറകെ മിണ്ടാതിരിക്കുക കണ്ടോ. നമ്മൾ എടുക്കുവാണ്, വണ്ടി എടുക്കുവാണ്. നമ്മൾ ഈ കാണുന്നത് വല്ലാർപ്പാടം ടെർമിനലാണ് കേട്ടോ. അതിൻ്റെ അവിടുത്തെ വഴി കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ബോൾഗാട്ടി പാലസ് വരുന്നത്. അതല്ലടാ ബോൾഗാട്ടി, അപ്പുറത്ത് വരുന്നു. യൂസഫലിയുടെ ഒരു ഹോട്ടലാണ് കേട്ടോ. നമ്മുടെ ഒരു കണ്ടെയ്നറിനെ ഓവർടേക്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഇറങ്ങുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കയറാനുള്ള അനുവാദമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങ് ഇറങ്ങുക. കാരണം സെക്യൂരിറ്റി പ്രശ്നങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. ഞാൻ ഇറങ്ങി ലോഡ് കയറ്റാൻ വേണ്ടി നമ്മൾ ഇപ്പുറത്തെ ഗേറ്റിലാണ് നിർത്തുന്നത്. അവിടെ നിന്ന് ഞാൻ ഇറങ്ങി അപ്പുറത്തെ ഗേറ്റിലോട്ട് നടക്കുക. 1 കിലോമീറ്റർ മേളിലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇത് മെയിൻ ഗേറ്റ് അടുത്ത് കേട്ടോ. മെയിൻ ഗേറ്റ് ഇവിടെ അടുത്ത്. നേരെ പോയ വൈപ്പിൻ. ഇതാണ് മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത് കണ്ടോ. മെയിൻ ഗേറ്റ് ഇതാണ്ടോ. കണ്ടെയ്നറുകൾ ഇറങ്ങി വരുന്നതുണ്ടോ. ഈ വല്ലാർപ്പാടത്ത് വന്നിട്ട് സത്യം പറഞ്ഞാൽ ഒത്തിരി നടന്ന് ഒരു കട കാണാൻ വേണ്ടി. അതിന് ശേഷമാണ് നല്ല ചെറിയൊരു മഴച്ചാറ്റും കൊണ്ടുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഈ പാലം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഒരു തട്ടുകട ഓപ്പൺ ചെയ്തിട്ടുണ്ട് വണ്ടിയിലിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പതുക്കെ അങ്ങ് പോവാം. നമ്മുടെ വണ്ടിയാണ് ഇറങ്ങി വരുന്നത്. ഇതിലാണ് നമുക്ക് വയനാട് പോകേണ്ടത് കണ്ടോ. നമ്മളത് കയറാൻ പോകണേ. അങ്ങോട്ടാണോ? അങ്ങോട്ട് മാറ്റി നിർത്തും. ഒന്നരാവത്തെ പോയി കയറാം. ഡീസൽ അടിക്കാൻ വന്നാണേ. 11,000 രൂപയ്ക്കുള്ള ഡീസൽ അടിക്കുന്നത്. 2 കാർഡിലായിട്ട് മൊത്തം 17,000 രൂപയുടെ ഡീസൽ നമുക്ക് വേണം. മുമ്പേ അടിക്കാൻ എന്താ വെച്ചാൽ ഇത് ഡ്യൂട്ടി ചേഞ്ച് ആകുന്ന സമയമായിരുന്നു. അതുകൊണ്ടാണ് മുമ്പേ അടിച്ചു കഴിഞ്ഞാൽ അവർ നല്ല ഫാസ്റ്റിൽ അങ്ങ് അടിച്ചു കൊടുക്കും. അങ്ങനെ കണ്ടമാനം നമ്മുടെ ടാങ്കിനകത്തോട്ട് കയറും. അതുകൊണ്ടാണ് ഇപ്പം അന്നേരം അടിക്കേണ്ടെന്ന് അവൻ പറഞ്ഞത്. 10 മണിക്കാണ് ചേഞ്ച്. ഒരു രാവിലെ ഡ്യൂട്ടി കയറിയതാണ്. അടുത്ത ആൾ കയറിയിട്ടുണ്ട്. എന്നാലും ഇപ്പം ഇനി പതുക്കെ സ്ലോ ആയിട്ടും കയറിക്കോളും കണ്ടോ. ആയിക്കോട്ടെ. ഈ കാണുന്ന ഹോട്ടൽ തിരൂർ കടലുണ്ടി റൂട്ടിൽ ഉള്ള ഒരു ഹോട്ടലാണ്.
ഇപ്പോൾ രാത്രി 2:30-3 മണിയൊക്കെ ആയി. ഇപ്പോഴും ഹോട്ടൽ സജീവം കേട്ടോ. നമ്മൾ അടിവാരത്തുനിന്ന് ചുരം കയറാൻ ആരംഭിക്കുകയാണ്. ഇപ്പൊ സമയം വെളുപ്പിന് 5 മണി കഴിഞ്ഞ്. നമ്മൾ ഈ കയറുന്നത് 6-ാം വളവ് എന്ന് പറയും. 6-ാം വളവ് അല്ലോ. ഈ വളവിലൊക്കെ വണ്ടി നേരിട്ടങ്ങ് കയറി പോകത്തില്ല കേട്ടോ. ഒന്ന് ഫ്രണ്ടോട്ടെടുത്ത് സൈഡ് കയറുന്നാണ് പോകുന്നത്. റോങ് സൈഡ് കയറുന്നാണ് കയറി പോവുള്ളൂ. എന്നിട്ടും അവിടെ ഇട്ട് റിവേഴ്സ് വെച്ചാൽ മാത്രമേ വണ്ടി കയറി പോവുള്ളൂ. നമ്മൾ വിചാരിച്ച പോലല്ല. ഈ രാവിലെ ആയതുകൊണ്ടുള്ള വണ്ടി എല്ലാം ഇറങ്ങി പോരുമോ, ബസ്സും എല്ലാം. അതിനായിട്ടുള്ള ബുദ്ധിമുട്ട് നമുക്കുണ്ട്. പിന്നെ നമ്മൾ ഒറീസ എന്നുള്ളൊരു 30 ടണ്ണ് അരിയായിട്ടാണ് നമ്മൾ ഈ ചുരം കയറിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ആ തുരങ്കത്തിന്റെ പണിയൊന്നും തീർന്നാൽ മതി എന്ന് ഞാൻ വിചാരിച്ചു. ഇത് ഇവത്തെ ഇരുന്നപ്പോൾ, കാരണം ഞാൻ ആദ്യമായിട്ട് വരുവാണേ ലോഡും വണ്ടിയെ. ഒന്നും ആയില്ല, ഇനി 10-15 കിലോമീറ്റർ ഇനി കിടക്കുന്നേ ഉള്ളൂ. ബത്തേരിയിലുള്ള മലബാർ ട്രേഡിംഗ് കമ്പനി എന്ന് പറഞ്ഞ ഇങ്ങോട്ടാണ് നമ്മൾ ലോഡുമായിട്ട് വന്നത്. ഇത് കണ്ടോ, 2 ലോറി അവിടെ ലോഡായിട്ട് കിടക്കുന്നത്. ഇത് ഇറക്കാനാണോ അതോ ഇവിടുന്ന് പോകാനുള്ളതാണോ എന്ന് അറിയത്തില്ല. നമ്മുടെ വണ്ടി അവിടെ വഴി കിടക്കുന്നു കണ്ടോ. ഇനി എപ്പോൾ ഇത് ഇറക്കി കിട്ടുമെന്ന് അറിയത്തില്ല. ഇതൊക്കെയാണ് ഓരോ പണിയുടെ അനുഭവങ്ങൾ. നമ്മുടെ ലോഡ് ഇറക്കാൻ വേണ്ടി വണ്ടി ഇങ്ങനെ കയറ്റി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വാ 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 വാ. ഇത് കണ്ടപ്പോഴൊരു കാര്യം മനസ്സിലായ, അവരുടെ മുന്നിൽ ചെന്നിട്ടേ ഉള്ളൂ, അതിൻ്റെ ബുക്ക് ചെയ്തവരുടെ മുന്നിൽ ചെന്നിട്ടേ ഉള്ളൂ നമുക്കിത് സീല് പൊട്ടിക്കാൻ പറ്റുള്ളൂ.